ഓക്കെ. കോൺഫ്ലിക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? കോൺഫ്ലിക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകും. കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അബോർട്ട് ചെയ്യും. അതായത് ഏതെങ്കിലും ഒരു ഹൈക്കോമോ ട്രാൻസാക്ഷനുമായിട്ട് കോൺഫ്ലിക്റ്റ് ആയി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഹൈക്കോമോ ട്രാൻസാക്ഷനെ അബോർട്ട് ചെയ്യും. നെക്സ്റ്റ് ഈസ് ബേസ് ട്രാൻസാക്ഷൻ ജനറേഷൻ. അതായത് ആബ്സെൻസ് ഓഫ് എ കോൺഫ്ലിക്റ്റ്, then initial base transactions are generated and executed as sub transactions. അതായത് ആബ്സെൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബേസ് ട്രാൻസാക്ഷനെ ജനറേറ്റ് ചെയ്യുകയും ഇനി ആ ബേസ് ട്രാൻസാക്ഷന് ചിലപ്പോൾ എന്തായിരിക്കും? സബ് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. ആ സബ് ട്രാൻസാക്ഷൻസിനെ ജനറേറ്റ് ചെയ്ത് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് ഓൾട്ടർനേറ്റ് ബേസ് ട്രാൻസാക്ഷൻ. അതായത് സപ്പോസ് ദെയർ മേ ബി സം ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്, എന്തായാലും കുറച്ച് ട്രാൻസാക്ഷൻ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസിനെ ട്രാൻസാക്ഷൻസ് വയലേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ വയലേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ എന്ത് ചെയ്യും? അബോർട്ട് ചെയ്യേണ്ടി വരും. ഇനി അപ്പം എന്ത് ചെയ്യും? ട്രാൻസാക്ഷൻ അബോർട്ടായി പോകും. വയലേറ്റ് ചെയ്യുന്നൊന്നുമില്ല. ഇഫ് ദർ ഇസ് നോ വയലേഷൻസ് ദെൻ ദ ബേസ് ട്രാൻസാക്ഷൻസ് ആർ കമ്മിറ്റഡ്. അപ്പോൾ എന്താവും? വയലേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനെ മൊത്തത്തിൽ ഡേറ്റാബേസിൽ കമ്മിറ്റ് ചെയ്യും. അപ്പോൾ അത്രയാണ് ഹൈക്കോമോ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് തിങ് ഈസ് മോഫ്ലെക്സ് ട്രാൻസാക്ഷൻ മോഡൽ. മോഫ്ലെക്സ് ട്രാൻസാക്ഷൻ മോഡൽ എന്ന് പറയുമ്പോൾ മോഫ്ലെക്സ് ട്രാൻസാക്ഷൻ മോഡൽ ഈസ് എ മച്ച് മോർ ഫ്ലെക്സിബിൾ ട്രാൻസാക്ഷൻ മോഡൽ. കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ മോഡലാണ് മോഫ്ലെക്സ് ട്രാൻസാക്ഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പം ഈ മോഫ്ലെക്സ് ട്രാൻസാക്ഷൻ മോഡലിൻ്റെ ദ സ്ട്രക്ചർ ഓഫ് എ മോഫ്ലെക്സ് ഹാസ് 7 കമ്പോണൻസ്. അതിനൊരു 7 കമ്പോണൻസ് ഡിഫൈൻ ചെയ്താണ് നമ്മൾ പറയുന്നത്. അതായത് മോഫ്ലെക്സ് ട്രാൻസാക്ഷൻ മോഡൽ it is defined as Moflex transaction T is equal to MSFD HJG. അപ്പം അങ്ങനൊരു ഇതിലാണ്, അങ്ങനെ സെറ്റായിട്ടാണ് അത് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതിൽ ഓരോന്നും എന്താണെന്ന് പറയാം. എം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് സബ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ആ ടി എന്നുള്ള ട്രാൻസാക്ഷനകത്ത് വരുന്ന സെറ്റ് ഓഫ് സബ് ട്രാൻസാക്ഷൻസിനെയാണ് എം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്യാപിറ്റൽ എസ് മീൻസ് സെറ്റ് ഓഫ് സക്സസ് ഡിപ്പെൻഡൻസീസ്. അതായത് സക്സസ് ഡിപ്പെൻഡൻസി ബിറ്റ്വീൻ 2 ട്രാൻസാക്ഷൻസ്. ഇപ്പോൾ TI TJ എന്ന് 2 ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഇപ്പം TIയും TJയും തമ്മിൽ സക്സസ് ഡിപ്പെൻഡൻസി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇഫ് TJ ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഓൺലി ആഫ്റ്റർ TI കമ്മിറ്റ് സക്സസ്ഫുള്ളി. TI സക്സസ്ഫുള്ളി കമ്മിറ്റ് ചെയ്താൽ മാത്രമേ TJ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് TIയും TJയും തമ്മിലുള്ള സക്സസ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇനി അപ്പോൾ അങ്ങനെയുള്ള സക്സസ് ഡിപ്പെൻഡൻസി ആയിരിക്കും എസ്സിനകത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്ത എഫ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഫെയിലിയർ ഡിപ്പെൻഡൻസീസ്. അതായത് TIയും TJയും തമ്മിൽ ഫെയിലിയർ ഡിപ്പെൻഡൻസി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ TI ഫെയിലായാൽ മാത്രമേ TJ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. TJ ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഓൺലി ആഫ്റ്റർ TI ഹാസ് ഫെയിൽഡ്. അതാണ് ഫെയിലിയർ ഡിപ്പെൻഡൻസീസ്. നെക്സ്റ്റ് അടുത്തത് ഡി ഈസ് എ സെറ്റ് ഓഫ് എക്സ്റ്റേണൽ പ്രെഡിക്കേറ്റ്സ് വിച്ച് ഇൻഡിക്കേറ്റ് ദാറ്റ് TI ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഓൺലി ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് പ്രീഡിഫൈൻഡ് എക്സ്റ്റേണൽ പ്രെഡിക്കേറ്റ്സ്. അതായത് ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ സം പ്രെഡിക്കേറ്റ്സ്, എക്സ്റ്റേണൽ പ്രെഡിക്കേറ്റ്. അതായത് ഈ ട്രാൻസാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് എക്സ്റ്റേണൽ ഡിപ്പെൻഡൻസീസ് കാണും. ആ ഡിപ്പെൻഡൻസീസാണ് ഡി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എച്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഹാൻഡ് ഓഫ് കൺട്രോൾ റൂൾസ്. ഈ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ഹാൻഡ് ഓഫ് ഉണ്ടാവുകയാണെങ്കിൽ അത് മാനേജ് ചെയ്യാനായിട്ടുള്ള സം ഹാൻഡ് ഓഫ് കൺട്രോൾ റൂൾസാണ് എച്ചിനകത്ത് പറയുന്നത്. ഇനി അടുത്തത് ജെ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് അക്സെപ്റ്റബിൾ ജോയിൻറ്റ് റൂൾസ്. അതായത് എക്സിക്യൂഷൻ, അതിൻ്റെ ഒരു സബ് ട്രാൻസാക്ഷൻസ് കുറേ എണ്ണം കാണും. അതിൻ്റെ കറക്റ്റ് എക്സിക്യൂഷനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനുള്ള കുറേ ജോയിൻറ്റ് റൂൾസാണ് ജെയ്ക്കകത്ത് പറയുന്നത്. ഇനി ഫൈനലി ജി എന്ന് പറഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷൻ്റെയും ഫൈനൽ അക്സെപ്റ്റബിൾ സക്സസ് സ്റ്റേറ്റ് കാണും അല്ലേ? ആ അക്സെപ്റ്റബിൾ സ്റ്റേറ്റാണ് ജിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്സ് ഓഫ് ടി. അപ്പോൾ ഇതെല്ലാം കൂടാണ് മോഫ്ലെക്സ് ട്രാൻസാക്ഷൻ മോഡൽ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ. ഈ മോഫ്ലെക്സ് ട്രാൻസാക്ഷൻ മോഡലിൽ നമുക്ക് 4 സ്റ്റേറ്റ്സ് പറയാം. നോട്ട് സബ്മിറ്റഡ് ഫോർ എക്സിക്യൂഷൻ സബ്മിറ്റ് ചെയ്യാത്ത N എന്നുള്ള സ്റ്റേറ്റ്, അത് അടുത്തത് കറൻ്റ്ലി അണ്ടർ എക്സിക്യൂഷൻ എന്നുള്ള ഈ സ്റ്റേറ്റ്, ദെൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എസ്, ഫെയിൽഡ് എന്നുള്ള എഫ്. അപ്പം ഒരു എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുന്നത് അതിൻ്റെ കറൻറ്റ് സ്റ്റേറ്റ് നമ്മുടെ ഈ അക്സെപ്റ്റബിൾ ജി എന്നുള്ള സ്റ്റേറ്റിനകത്ത് വരുമ്പോഴാണ് ഒരു എക്സിക്യൂഷൻ എപ്പോഴും കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ട്രാൻസാക്ഷനെ കമ്മിറ്റ് ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അതിനെ നമ്മൾ അബോർട്ട് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെയാണ് ഒരു മോഫ്ലെക്സ് ട്രാൻസാക്ഷൻ മോഡലിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക.
അതാണ് മോഫ്ലെക്സ്. നെക്സ്റ്റ് ഈസ് കങ്കാരു ട്രാൻസാക്ഷൻ മോഡൽ. അപ്പോൾ കങ്കാരു ട്രാൻസാക്ഷൻ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ഇതിന് ഈ കങ്കാരു മോഡൽ വരുമ്പോഴത്തേക്കും ഇറ്റ് ക്യാപ്ചേഴ്സ് ബോത്ത് ഡേറ്റ മൂവ്മെൻറ്റ് ആസ് വെൽ ആസ് ദ മൂവ്മെൻറ്റ് ഓഫ് മൊബൈൽ യൂണിറ്റ്. മൊബൈൽ യൂണിറ്റിൻ്റെ മൂവ്മെൻറ്റിനെ കൂടെ കൺസിഡർ ചെയ്യുന്നതാണ് കങ്കാരു ട്രാൻസാക്ഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഹൈക്കോമോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അഗ്രിഗേറ്റ് ഡേറ്റയിലായിരുന്നു. മോഫ്ലെക്സ് ആയപ്പോൾ ഒരു ഫ്ലെക്സിബിൾ മോഡലാണ്. അടുത്ത കങ്കാരു മോഡൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഡേറ്റ മൂവ്മെൻറ്റും മൂവ്മെൻറ്റ് ഓഫ് മൊബൈൽ യൂണിറ്റും കൂടെ നോക്കുന്നതാണ് കങ്കാരു മോഡൽ എന്ന് പറയുന്നത്. അപ്പം ദിസ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ എ സ്പ്ലിറ്റ് ട്രാൻസാക്ഷൻ മോഡൽ ആൻഡ് ഇറ്റ് എൻഫോഴ്സസ് മെജോറിറ്റി ഓഫ് ദ ആസിഡ് പ്രോപ്പർട്ടീസ്. ഇപ്പം ഈ കങ്കാരു മോഡൽ എന്ന് വെച്ചാൽ ഇതിലെ പേരൻറ്റ് ട്രാൻസാക്ഷനെയാണ് നമ്മൾ ഈ കങ്കാരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കമ്പോസ്ഡ് ഓഫ് നമ്പർ ഓഫ് സബ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഈ പേരൻറ്റ് ട്രാൻസാക്ഷനകത്ത് കുറേ സബ് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. ഈ സബ് ട്രാൻസാക്ഷൻസിനെയെല്ലാം നമ്മൾ കങ്കാരുവിൻ്റെ കുഞ്ഞാണല്ലോ ജോയി എന്ന് പറയുന്നത്, ജോയി ട്രാൻസാക്ഷൻസ് എന്ന് പറയും. ഈ ജോയി ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നോർമൽ ആസിഡ് ട്രാൻസാക്ഷൻസ്, റീഡും റൈറ്റും ഒക്കെയുള്ള നോർമൽ ആസിഡ് ട്രാൻസാക്ഷൻസ് ആണ് ജോയി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഓരോ ജോയി ട്രാൻസാക്ഷനും ഓരോ ബേസ് സ്റ്റേഷനും ലോക്കലായിട്ടുള്ളതായിരിക്കും ഈ ഓരോ സബ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കങ്കാരു ട്രാൻസാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അതിനെ അസോസിയേറ്റ് ചെയ്ത് ഓരോ ബേസ് സ്റ്റേഷനും എന്ത് ചെയ്യും, ഇറ്റ് ക്രിയേറ്റ് എ ജോയി ട്രാൻസാക്ഷൻ ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ഫോർ ഇറ്റ്സ് എക്സിക്യൂഷൻ ഓഫ് ദാറ്റ് കങ്കാരു ട്രാൻസാക്ഷൻ. ആ കങ്കാരു ട്രാൻസാക്ഷൻ്റെ എക്സിക്യൂഷന് വേണ്ടി അതിൻ്റെ കൂട്ടത്തിൽ ഒരു ജോയി ട്രാൻസാക്ഷനെ കൂടെ ക്രിയേറ്റ് ചെയ്യും ബേസ് സ്റ്റേഷൻ. എന്നിട്ട് അതായിരിക്കും മൊബൈൽ യൂണിറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലോട്ട് മൊബൈൽ യൂണിറ്റ് മൈഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബേസ് സ്റ്റേഷൻ ഓഫ് ദിസ് സെൽ ടേക്ക് കൺട്രോൾ ഓഫ് എക്സിക്യൂഷൻ ഓഫ് ദിസ് ട്രാൻസാക്ഷൻ. അപ്പം മൊബൈൽ യൂണിറ്റ് ഒരിടത്തു നിന്ന് മാറിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ബേസ് സ്റ്റേഷൻ എന്ത് ചെയ്യും, എക്സിക്യൂഷൻ്റെ കൺട്രോൾ അങ്ങ് ഏറ്റെടുക്കും. അപ്പം അങ്ങനെയാണ് കങ്കാരു ട്രാൻസാക്ഷൻ മോഡൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ആക്ടിവിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അതേപോലെ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ ഇനി ഒരു മൊബൈൽ യൂണിറ്റിനകത്തൊരു കങ്കാരു ട്രാൻസാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി അസൈൻ ചെയ്യും. അതേപോലെ തന്നെ എന്താണ്, ഇനിഷ്യൽ ബേസ് സ്റ്റേഷൻ അപ്പം തന്നെ ഒരു ജോയി ട്രാൻസാക്ഷനെയും ക്രിയേറ്റ് ചെയ്യും. ഇനി ഒരു ബേസ് സ്റ്റേഷന് ഒരു ജോയി ട്രാൻസാക്ഷൻ എന്ന രീതിയിലായിരിക്കും. ഇനി ഒരു ഹാൻഡ് ഓഫ് ഉണ്ടായി മൊബൈൽ യൂണിറ്റ് ഒരിടത്തുനിന്ന് മൂവ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കങ്കാരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും, 2 ട്രാൻസാക്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഫസ്റ്റ് JT1 JT2 എന്നും പറഞ്ഞ് 2 ജോയി ട്രാൻസാക്ഷൻ ഉണ്ടാവും. എന്നിട്ട് thus mobility of the mobile unit is captured by splitting the Kangaroo transaction into multiple joy transactions. അപ്പോൾ കങ്കാരു ട്രാൻസാക്ഷനെ പല മൾട്ടിപ്പിൾ ജോയി ട്രാൻസാക്ഷൻസ് ആയിട്ട് ഇപ്പോൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് പല ജോയി ട്രാൻസാക്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഏത് ജോയി ട്രാൻസാക്ഷനാണോ ആദ്യം ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും ഇതിനെ കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കങ്കാരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കങ്കാരു ട്രാൻസാക്ഷനെ പറ്റി പറയും. ഇനി അടുത്തത് MDS-TPM എക്സിക്യൂഷൻ മോഡൽ. MDS-TPM ട്രാൻസാക്ഷൻ എക്സിക്യൂഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ദിസ് മോഡൽ ഹാസ് എ മൾട്ടി ഡേറ്റാബേസ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് മാനേജർ. അപ്പോൾ ഈ മാനേജർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇറ്റ് സപ്പോർട്ട്സ് എ ട്രാൻസാക്ഷൻ ഇനിഷ്യേഷൻ ഫ്രം മൊബൈൽ യൂണിറ്റ്. മൊബൈൽ യൂണിറ്റിൽ നിന്ന് ട്രാൻസാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഇറ്റ് ഓൾസോ യൂസസ് എ മെസ്സേജ് ആൻഡ് ക്യൂയിങ് ഫെസിലിറ്റി ടു എസ്റ്റാബ്ലിഷ് ദ കമ്മ്യൂണിക്കേഷൻ അബൌട്ട് എംബങ് മൊബൈൽ ആൻഡ് ബേസ് സ്റ്റേഷൻ. മൊബൈലും ബേസ് സ്റ്റേഷനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള മെസ്സേജ് ഫെസിലിറ്റിയും ക്യൂയിങ് ഫെസിലിറ്റിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ട്രാൻസാക്ഷനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നതും ഈ ഡേറ്റാബേസ് മാനേജർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു മൾട്ടി ഡേറ്റാബേസ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് മാനേജറുള്ള മോഡലാണ് MDS-TPM മോഡൽ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൽ ഓരോ സ്റ്റേഷനറി യൂണിറ്റിലും അതായത് ഓരോ ബേസ് സ്റ്റേഷനിലും എന്തായിരിക്കും ഈ MDS-TPMൻ്റെ ഒരു കോപ്പി കാണും. അപ്പം ദിസ് MDS-TPM coordinates the connected and disconnected execution of the transactions at മൊബൈൽ യൂണിറ്റ്. മൊബൈൽ യൂണിറ്റ് നടക്കുന്ന എല്ലാ എക്സിക്യൂഷൻ്റെയും കോർഡിനേഷൻ എല്ലാം ആരാണ്, MDS-TPM ആയിരിക്കും ചെയ്യുന്നത്. MDS-TPMൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് MDS-TPM ഹാസ് എ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ മാനേജർ. ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ മാനേജർ എന്ന് വെച്ചാൽ ഡീൽസ് വിത്ത് കമ്മ്യൂണിക്കേഷൻ, അതായത് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ യൂണിറ്റിൽ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങും ബേസ് സ്റ്റേഷനും ഒക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ ഹാൻഡിൽ ചെയ്യാണ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ മാനേജർ ചെയ്യുന്നത്. അടുത്ത ഗ്ലോബൽ ട്രാൻസാക്ഷൻ മാനേജറുണ്ട് GTM. ഇറ്റ് കോർഡിനേറ്റ്സ് ദ ഇനിഷ്യേഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ ആൻഡ് സബ് ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷനെയും അതിൻ്റെ സബ് ട്രാൻസാക്ഷനെയൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്നവരാണ് ഈ GTM എന്ന് പറയുന്ന ഗ്ലോബൽ ട്രാൻസാക്ഷൻ മാനേജർ ആയിരിക്കും. അതായത് ഒരു ഷെഡ്യൂളിംഗ്, ഗ്ലോബൽ എങ്ങനെ ട്രാൻസാക്ഷൻസ് ഷെഡ്യൂൾ ചെയ്യണം എന്നുള്ളത് നോക്കുന്നത് GTM ആയിരിക്കും. ഇനി അടുത്തൊരു കമ്പോണൻ്റ് ഉണ്ട് ലോക്കൽ ട്രാൻസാക്ഷൻ മാനേജർ. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ലോക്കൽ ട്രാൻസാക്ഷൻ എക്സിക്യൂഷൻ ആൻഡ് ഡേറ്റാബേസ് റിക്കവറി.
ഓക്കെ, അടുത്തത് ഗ്ലോബൽ റിക്കവറി മാനേജർ. ഗ്ലോബൽ റിക്കവറി മാനേജർ ഫോർ മാനേജിങ് ദ ഗ്ലോബൽ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആൻഡ് റിക്കവറി. ഗ്ലോബലി ഒരു ട്രാൻസാക്ഷൻ മൊത്തത്തിൽ കമ്മിറ്റ് ചെയ്യാനും അതേപോലെ റിക്കവറി എന്തെങ്കിലും ഒരു ഫെയിലിയറിൻ്റെ കേസിൽ ട്രാൻസാക്ഷനെ റിക്കവർ ചെയ്യുന്നതും ഗ്ലോബൽ റിക്കവറി മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. നെക്സ്റ്റ് ഇൻ്റർഫേസ് മാനേജർ. ഇൻ്റർഫേസ് മാനേജർ എന്ന് വെച്ചാൽ ഓരോ ഡേറ്റാബേസിൻ്റെ ലോക്കൽ ഡേറ്റാബേസ് മാനേജറും ഈ MDS-TPM തമ്മിലുള്ളൊരു ലിങ്കായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഇൻ്റർഫേസ് മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കമ്പോണൻസ് എല്ലാം കൂടെ ചേർന്നതാണ് MDS-TPM മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മൊബൈൽ ആക്ഷൻ. നെക്സ്റ്റ് മോഡൽ ഈസ് മൊബൈൽ ആക്ഷൻ. മൊബൈൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മൊബൈൽ ട്രാൻസാക്ഷൻ മോഡൽ. മൊബൈൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് പ്രോസസ്സിങ് ലൊക്കേഷൻ ഡിപ്പെൻഡൻറ്റ് ഡേറ്റ. അപ്പം നമ്മൾ ഇത്രയും നേരം ആസിഡ് പ്രോപ്പർട്ടീസ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. ആ ആസിഡ് പ്രോപ്പർട്ടീസിൻ്റെ കൂട്ടത്തിൽ വൺ മോർ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസ് ആഡ്, ദാറ്റ് ഈസ് എ ലൊക്കേഷൻ. നമ്മൾ ലൊക്കേഷൻ എന്നൊരു പ്രോപ്പർട്ടി കൂടെ ആഡ് ചെയ്യുന്ന കേസിൽ യൂസ് ചെയ്യുന്നതാണ് മൊബൈൽ ട്രാൻസാക്ഷൻ മോഡൽ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് പ്രോസസ്സിങ് ലൊക്കേഷൻ ഡിപ്പെൻഡൻറ്റ് ഡേറ്റ ഇൻ ദ പ്രസൻസ് ഓഫ് സ്പേഷ്യൽ റിപ്ലിക്കേഷൻ. സ്പേഷ്യൽ റിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് എന്താണ്, പല സ്ഥലത്ത് ഒരേ ഡേറ്റയ്ക്ക് പല കറക്റ്റ് വാല്യൂ ഉണ്ടായിരിക്കും. അതാണ് സ്പേഷ്യൽ റിപ്ലിക്കാസ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ സെറ്റ് ഓഫ് സബ് ട്രാൻസാക്ഷൻ വിച്ച് ഈസ് ഓൾസോ കോൾഡ് എക്സിക്യൂഷൻ ഫ്രാഗ്മെൻറ്റ് ആൻഡ് ഈച്ച് ഫ്രാഗ്മെൻറ്റ് ഈസ് എ മൊബൈൽ ആക്ഷൻ. അതായത് ഇതിനകത്ത് നമ്മൾ എക്സിക്യൂഷൻ ഫ്രാഗ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല, ട്രാൻസാക്ഷൻ്റെ സബ് ട്രാൻസാക്ഷനെ തന്നെയാണ് എക്സിക്യൂഷൻ ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വലിയ ട്രാൻസാക്ഷനെ പല സബ് ട്രാൻസാക്ഷൻ ആക്കുന്നു. അത് ഓരോന്നും എന്തായിരിക്കും, ഓരോ എക്സിക്യൂഷൻ ഫ്രാഗ്മെൻ്റ് ആയിരിക്കും. അതിനെ എക്സിക്യൂഷൻ ഫ്രാഗ്മെൻറ്റ് നമ്മളിവിടെ എന്താണ്, മൊബൈൽ ആക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എക്സിക്യൂഷൻ ഫ്രാഗ്മെൻറ്റിനെ അസോസിയേറ്റ് ചെയ്ത് പക്ഷേ എന്തായിരിക്കും, ഇവിടെ ഒരു ലൊക്കേഷൻ ഉണ്ടായിരിക്കും. ഒരു ലൊക്കേഷന് ഒരു എക്സിക്യൂഷൻ ഫ്രാഗ്മെൻറ്റ് എന്ന രീതിയിൽ. അപ്പം അതേപോലെ ഈ മൊബൈൽ ആക്ഷൻ എന്ന് പറയുന്ന ആസിഡ് ഫ്രെയിം വർക്കിനെ ബേസ് ചെയ്താണ്. പക്ഷേ ആസിഡ് ഫ്രെയിം വർക്കിൻ്റെ ആസിഡ് മോഡലിനെ ബേസ് ചെയ്താണ്. പക്ഷേ ആസിഡ് മോഡലിനകത്ത് നമ്മൾ ഒരു പ്രോപ്പർട്ടി കൂടെ ചേർത്തു, ലൊക്കേഷൻ എന്നുള്ളത്. സോ അപ്പോൾ ആസിഡ് മോഡൽ എന്നുള്ളത് എന്തായി, ആസിഡ് എൽ എന്ന രീതിയിൽ നമ്മളൊന്ന് എന്ത് ചെയ്തു, മോഡിഫൈ ചെയ്ത് എഴുതി. അപ്പോൾ ലൊക്കേഷൻ പ്രോപ്പർട്ടി കൂടി ഇൻകോപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്കെന്താണ് ഇവിടെ എക്സിക്യൂഷൻ ഫ്രാഗ്മെൻറ്റിന് നമ്മളൊരു ലൊക്കേഷൻ മാപ്പിംഗ് കൊടുക്കുന്നുണ്ട്. ഫ്രാഗ്മെൻറ്റ് ലൊക്കേഷൻ മാപ്പിംഗ്, FLM എന്ന് പറയും. അതായത് ഈച്ച് എക്സിക്യൂഷൻ ഫ്രാഗ്മെൻറ്റ് ഓഫ് എ മൊബൈൽ ട്രാൻസാക്ഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ യുണീക്ക് ലൊക്കേഷൻ. ഓരോ എക്സിക്യൂഷൻ ഫ്രാഗ്മെൻറ്റിനും എന്തായിരിക്കും, ഒരു യുണീക്ക് ലൊക്കേഷൻ ഉണ്ടായിരിക്കും. അതാണ് ഫ്രാഗ്മെൻറ്റ് ലൊക്കേഷൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ഓരോ എക്സിക്യൂഷൻ ഫ്രാഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും ആ എക്സിക്യൂഷൻ ഫ്രാഗ്മെൻറ്റ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷനെ അസോസിയേറ്റ് ചെയ്ത് മാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ഫ്രാഗ്മെൻറ്റ് ലൊക്കേഷൻ മാപ്പിംഗ് അല്ലെങ്കിൽ FLM എന്ന് പറയുന്നത്. അപ്പോൾ FLM വെച്ച് നമുക്ക് രണ്ട് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്ന്, ആ ഫ്രാഗ്മെൻറ്റിൻ്റെ കറണ്ട് ഗ്രാഫിക്കൽ ലൊക്കേഷൻ എവിടെയാണ്, കറണ്ട് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എവിടെയാണെന്ന് പറയാം. സെക്കൻഡ്, അതിൻ്റെ കറക്റ്റ് സ്പേഷ്യൽ റെപ്ലിക്ക വാല്യൂ എന്താണെന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് FLM യൂസ് ചെയ്തിട്ട് പറ്റും. ഓക്കെ, ഇനി ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ആസിഡ് പ്രോപ്പർട്ടീസ് മൊബൈൽ ആക്ഷൻ ആസിഡ് പ്രോപ്പർട്ടീസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആറ്റമിസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ്റമിസിറ്റി എൻഷുവേഴ്സ് ദ കൺസിസ്റ്റൻസി ഓഫ് ഡേറ്റ. അപ്പം കൺസിസ്റ്റൻസി നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എ മൊബൈൽ ട്രാൻസാക്ഷൻ TI സാറ്റിസ്ഫൈസ് spatial atomicity if and only if each execution fragment of transaction is atomic. അപ്പം എല്ലാ എക്സിക്യൂഷൻ ഫ്രാഗ്മെൻറ്റും ആറ്റമിസിറ്റി അല്ലെങ്കിൽ ആറ്റമിക് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്താണ് ഒരു മൊബൈൽ ട്രാൻസാക്ഷൻ ആറ്റമിക് ആണെന്ന് ഇവിടെ പറയുന്നുള്ളൂ. അപ്പം ഒത്തിരി എക്സിക്യൂഷൻ ഫ്രാഗ്മെൻ്റ് ഉണ്ടായിരിക്കും പല ലൊക്കേഷനിൽ, അതെല്ലാം ആറ്റമിക്കായിട്ട് എക്സിക്യൂട്ട് ആയാൽ മാത്രമേ എന്താവൂ ആ എൻ്റയർ ട്രാൻസാക്ഷൻ ആറ്റമിസിറ്റി സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഐസൊലേഷൻ എങ്ങനെയാണ് പറയുന്നത്, അതായത് ഐസൊലേഷനെ നമുക്ക് പറയാൻ പറ്റും മൊബൈൽ ട്രാൻസാക്ഷൻ TI സാറ്റിസ്ഫൈ സ്പേഷ്യൽ ഐസൊലേഷൻ if and only if each execution fragment of TI is isolated from all execution fragment or any other transaction. അതായത് സ്പേഷ്യൽ ഐസൊലേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സിക്യൂഷൻ ഫ്രാഗ്മെൻ്റ് എന്ന് പറയുന്നത് മറ്റെല്ലാ എക്സിക്യൂഷൻ ഫ്രാഗ്മെൻറ്റിൻ്റെ എക്സിക്യൂഷനിൽ നിന്നും ഐസൊലേറ്റഡ് ആയിരിക്കണം, അല്ലാതെ അതേപോലെ മറ്റ് ഏത് ട്രാൻസാക്ഷനിൽ നിന്നും ഐസൊലേറ്റഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്പേഷ്യൽ ഐസൊലേഷൻ ഉണ്ടെന്ന് നമുക്ക് സ്പേഷ്യൽ ഐസൊലേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ.
നെക്സ്റ്റ് കൺസിസ്റ്റൻസി ആൻഡ് ഡ്യൂറബിലിറ്റി. Consistency and durability. Execution fragment satisfies location dependent commit if fragment operations terminate with a commit operation and FLM exist. അപ്പം ഒരു എക്സിക്യൂഷൻ ഫ്രാഗ്മെൻറ്റ് എന്താണ്, ഒരു ലൊക്കേഷൻ ഡിപ്പെൻഡൻറ്റ് കമ്മിറ്റ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ ചെയ്യണം, അത് ഫ്രാഗ്മെൻറ്റ് ടെർമിനേറ്റ്സ് വിത്ത് എ കമ്മിറ്റ് ഓപ്പറേഷനും, ഫ്രാഗ്മെൻറ്റ് എല്ലാ ഫ്രാഗ്മെൻറ്റും കമ്മിറ്റ് ചെയ്യണം. അതേപോലെ അവിടെ ഒരു ഫ്രാഗ്മെൻറ്റ് ലൊക്കേഷൻ മാപ്പിംഗ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ എക്സിക്യൂഷൻ ഫ്രാഗ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും, ലൊക്കേഷൻ ഡിപ്പെൻഡൻറ്റ് കമ്മിറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് താഴോട്ട് ഇനി മൊബൈൽ ആക്ഷൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മൊബൈൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 തിങ്സ്. മൊബൈൽ ആക്ഷൻ ടി ഈസ് ഈക്വൽ ടു FI FLM. അപ്പം മൊബൈൽ ആക്ഷനകത്ത് എന്തൊക്കെയുണ്ട്, സെറ്റ് ഓഫ് എക്സിക്യൂഷൻ ഫ്രാഗ്മെൻറ്റ്സ്, എ സെറ്റ് ഓഫ് ലൊക്കേഷൻസ് ആൻഡ് സെറ്റ് ഓഫ് ഫ്രാഗ്മെൻറ്റ് ലൊക്കേഷൻ മാപ്പിംഗ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്നതാണ് മൊബൈൽ ആക്ഷൻ എന്ന് പറയുന്നൊരു മൊബൈൽ എക്സിക്യൂഷൻ മോഡൽ വരുന്നത്. അപ്പം വി കൺസിഡർ എന്താണ്, ദ ലൊക്കേഷൻ പ്രോപ്പർട്ടി ആസ് വെൽ. അടുത്ത ലാസ്റ്റിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, പല മോഡൽസ് തമ്മിലുള്ള കമ്പാരിസനാണ് ഇവിടെ. ആസിഡ് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ. സമ്മറി ഓഫ് പ്രീവിയസ് മൊബൈൽ ട്രാൻസാക്ഷൻ മോഡൽസ് ആൻഡ് ആസിഡ് അഡ്ഹറൻസ് ടു ഇറ്റ്. അപ്പം ആ ടേബിൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊള്ളണം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മൊബൈൽ ട്രാൻസാക്ഷൻ മോഡലിനെ പറ്റി പറയാനുള്ളത്.